ഹായ് എവരി വൺ, വെൽക്കം ടു അവർ ന്യൂ വീഡിയോ. അപ്പോൾ നീറ്റ് ആസ്പിറൻസിന് ഹാപ്പി ന്യൂസാണ് ഇന്ന് വന്നിരിക്കുന്നത്. രാവിലെ ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. ഇന്ന് സുപ്രീം കോടതിയിൽ ഇതിൻ്റെ കേസ് ചെയ്യുന്നുണ്ട് പറഞ്ഞാൽ അതിൻ്റെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. അതായത് പരീക്ഷ വീണ്ടും നടത്തും, എല്ലാവർക്കും നടത്തുന്നില്ല. ഗ്രേസ് മാർക്ക് ലഭിച്ച 1563 സ്റ്റുഡൻസിനാണ് ഈ മാസം 23-ാം തീയതിയാണ് പരീക്ഷ നടത്തുന്നത്. അതിൻ്റെ റാങ്ക് ലിസ്റ്റ്, അതായത് അതിൻ്റെ റിസൾട്ട് ജൂൺ 30-ന് പുതിയ റാങ്ക് ലിസ്റ്റ് NTA പബ്ലിഷ് ചെയ്യും. ഈ ഗ്രേസ് മാർക്ക് ലഭിച്ചവരുടെ സ്കോർ കാർഡ് എന്ത് ചെയ്യും, റദ്ദാക്കുകയും ചെയ്യും. ഇവർക്ക് വീണ്ടും പരീക്ഷ എഴുതാൻ അവസരം നൽകും. ഇനി ഈ പരീക്ഷ അവർ എഴുതുന്നില്ലെങ്കിൽ അവർക്ക് കിട്ടിയ ഈ ഗ്രേസ് മാർക്ക് എന്ത് ചെയ്യും, റിമൂവ് ചെയ്തുകൊണ്ട് അവർക്ക് എത്രയാണോ ഓൾറെഡി കിട്ടിയത് ആ മാർക്കേക്കാരം വീണ്ടും വരിക. പിന്നെ നീറ്റ് കൗൺസിലിങ്ങിന് തടയില്ലെന്ന് സുപ്രീം കോടതി. കാരണം അത് നീറ്റ് ഏറ്റവും 30-ാം തീയതി തന്നെ അതിൻ്റെ റിസൾട്ട് വരുന്നുണ്ടല്ലോ, അതുകൊണ്ട് നീറ്റിൻ്റെ കൗൺസിലിങ്ങിന് യാതൊരു പ്രോബ്ലം ഉണ്ടാവില്ല എന്നാണ് പറഞ്ഞത്. പിന്നെ ഹരിയാനയിലെ 6 കേന്ദ്രങ്ങളിൽ പരീക്ഷ എഴുതിയവർക്കാണ് ഈ ഗ്രേസ് മാർക്ക് കിട്ടിയത്. അവിടെയാണ് ഈ സമയത്തിൻ്റെ പ്രോബ്ലം വന്നതും അതുപോലെ ഗ്രേസ് മാർക്ക് കൊടുത്തതും. ഈ 1563 സ്റ്റുഡൻസിനായിരിക്കും ഈ റീടെസ്റ്റ് ഉണ്ടാവുക. വീണ്ടും ശ്രദ്ധിക്കുക, എല്ലാവർക്കും റീടെസ്റ്റ് ഇല്ല. അപ്പോൾ പുതിയ വീഡിയോയുമായി കാണാം.